ഇനി മകരക്കൂറാണ്. മകരക്കൂറിന് ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ്. ഇവർക്ക് 7-ൽ ബുധ ഗുരു ശുക്ര യോഗമുണ്ട്. ഇവരുടെ പ്രവർത്തനത്തിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്, അതുപോലെ ജോയിൻ്റായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതായിട്ട് കാണാം. അതായത് പരസ്പരം സപ്ലിമെൻ്റ് ചെയ്യുന്ന ജോലികളെ കൊണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സോ ജോലിയോ എന്താണെങ്കിലും അത് ഗുണപരമായിട്ട് വർത്തിക്കുന്നതാണ്. അത് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ. പലപ്പോഴും കരാറുകളോ അല്ലെന്നുണ്ടെങ്കിൽ ചർച്ചകളോ ക്ലയൻറ്റ് ആയിട്ടുള്ള ബന്ധങ്ങളിലോ ഒക്കെ പുരോഗതി ഉണ്ടാകും. അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂട്ടമായിട്ട് ചെയ്യുന്നത്, 2ഓ അതിലധികമോ ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ചില ഗുണം കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാം. പങ്കാളിത്ത വരുമാനം, അതായത് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു പാർട്ട്ണർഷിപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന അതിൽ കൂടെ ഉണ്ടാവുന്ന വരുമാനം കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട്, ധനപരമായിട്ട് നോക്കിയാൽ അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിൽ നിന്നുള്ള സാമ്പത്തിക വിജയമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ പദ്ധതികൾക്കും ദീർഘകാലത്തേക്ക് ഈ പങ്കാളിത്തത്തോടുകൂടി ഒക്കെ ചെയ്യുന്ന ബിസിനസ്സിനും തുടങ്ങാൻ നല്ല സമയം തന്നെയാണിത്. പൊതുവെ ആരോഗ്യനിലയിൽ വ്യത്യാസമൊന്നുമില്ല, അതേ സ്ഥിതി തുടരും. ആരോഗ്യപരമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളോ രോഗങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല. കുടുംബ ബന്ധത്തിൽ വളരെ ഐക്യം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾക്കൊക്കെ ഐക്യം കുറച്ചുകൂടെ കൂടുന്നതായിട്ട് കാണാം. വഴക്കുകളുണ്ടായിരുന്നവ ഒക്കെ തീരുന്നതായിട്ടും ഒക്കെ കാണാം. വിവാഹം ഒക്കെ ആലോചിക്കുന്നവർക്കും ഈ കൂറിൽ ഉള്ള നക്ഷത്രക്കാർക്ക് വിവാഹാലോചനയ്ക്ക് സമയമാണ്. വിവാഹാലോചിക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും. ലഗ്നപതി ആയിട്ടുള്ള ശനി 3-ലാണ്. ശനിയുടെ അതിദേവതയായിട്ടുള്ള ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. കറുത്ത കാരല് കൊണ്ടുള്ള തുലാഭാരം നടത്തുക, എള്ള് തിരി വെച്ചുള്ള നീരാജനം നടത്തുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്.